കൊല്ലം പടപ്പക്കരയിൽ വൻ കഞ്ചാവ് വേട്ട. സ്കൂട്ടറിൽ കൊണ്ടുവരികയായിരുന്ന 42 കിലോ കഞ്ചാവ് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി. സംഭവത്തിൽ ജില്ലയിലെ പ്രധാന കഞ്ചാവ് വിൽപ്പനക്കാരനായ ഹാലി ഹാരിസനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ജില്ലയിൽ കഞ്ചാവ് വിൽപ്പനയിലെ ഇടനിലക്കാർക്ക് മൊത്തമായി കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രധാനിയാണ് ഹാലി ഹാരിസൺ. സ്കൂട്ടറിൽ കൊണ്ടുവരികയായിരുന്ന 42 കിലോ കഞ്ചാവാണ് എക്സൈസ് പിടികൂടിയത്. സ്കൂട്ടറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിൽ നിൽക്കുന്നതിനിടെയായിരുന്നു ഹാലി ഹാരിസൺ പിടിയിലാകുന്നത്. ഇന്നലെ രാത്രികാല പരിശോധനയിൽ കുണ്ടറ പടപ്പക്കര ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പടപ്പക്കര ഭാഗത്ത് വെച്ച് വലിയ രീതിയിൽ കഞ്ചാവ് കച്ചവടം ചെയ്യുന്ന സാലി ഹാരിസൺ എന്ന ആളിനെ അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ വാടകയ്ക്കെടുത്ത വീട്ടിൽ നിന്നും 42 കിലോ കഞ്ചാവും പിടികൂടി. ഈ ഹാരിസൺ കൊലക്കേസ് ഉൾപ്പെടെ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഈ സമീപകാലത്ത് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ ഷീസറാണ് ഇത്. ഹാലി ഹാരിസന്റെ പക്കൽ നിന്ന് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലഹരി വാങ്ങാറുണ്ട്. പ്രധാനമായും കഞ്ചാവ് വിൽപ്പനക്കാരുടെ ഇടനിലക്കാർക്കാണ് ഇയാൾ വിൽപ്പന നടത്തുന്നത്. കൊലപാതക ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പേരയം പടപ്പക്കരയിലെ ഹാലി ഹാരിസന്റെ മൊബൈൽ ഫോൺ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലായിരുന്നു. മൊത്ത കച്ചവടത്തിനായി കൊണ്ടുവന്ന 42 കിലോ കഞ്ചാവായിരുന്നു ഇത്. കഞ്ചാവ് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാലി ഹാരിസണിൽ നിന്ന് എക്സൈസ് ചോദിച്ചറിയുന്നുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.